വിലങ്ങാട് ഉരുൾപൊട്ടൽ നഷ്ടപരിഹാരത്തെക്കുറിച്ച് അടുത്ത മന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വിലങ്ങാട്ടെ ഉരുൾപൊട്ടലിനെ കുറിച്ച് പഠിക്കാൻ വിദഗ്ധ സംഘം എത്തുമെന്നും സ്ഥലം സന്ദർശിച്ചതിനു ശേഷം മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. Gold and Diamonds, NH Bypass, opposite Asha Hospital, Vadagara. Also at Kannur, Naduvil, Chervattur. Opening shortly at Nathapuram, Kochi, Mangalore and Dubai. വിലങ്ങാട് ഉരുൾപൊട്ടൽ നഷ്ടപരിഹാരത്തെക്കുറിച്ച് അടുത്ത മന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വിലങ്ങാട്ടെ ഉരുൾപൊട്ടലിനെ കുറിച്ച് പഠിക്കാൻ വിദഗ്ധ സംഘം എത്തുമെന്നും സ്ഥലം സന്ദർശിച്ചതിനു ശേഷം അദ്ദേഹം പറഞ്ഞു. വിലങ്ങാട് വളരെ ഗൗരവപ്പെട്ട ഒരു പ്രശ്നമായി നമ്മൾ കാണുന്നുണ്ട്. വിലങ്ങാട് വേറെ ഏതെങ്കിലും വിധത്തിൽ താരതമ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത വിധത്തിൽ ഗൗരവമായിട്ടുള്ള ഉരുൾപൊട്ടലിന്റെ മേഖലയായി. ആ ഉരുൾപൊട്ടലിന്റെ ശാസ്ത്രീയമായിട്ടുള്ള സ്ഥിതി എന്തായിരുന്നുവെന്നും അതിന്റെ തുടർചലനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായം എന്താണെന്നും ശാസ്ത്രീയമായി പരിശോധിക്കാൻ ഒരു ഉന്നതതല സംഘത്തെ വിലങ്ങാട്ടേക്ക് ഏതാനും സമയങ്ങൾക്കകം അയക്കും. ഡിസാസ്റ്ററിന്റെ കമ്മീഷനായിട്ടുള്ള കൗശിക IAS ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഇന്ന് തന്നെ ആ കാര്യത്തിൽ ഓർഡറാക്കി ഏറ്റവും പെട്ടെന്ന് അവിടേക്ക് എത്തിക്കാനുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകും. അതുകൂടി പരിശോധിച്ചുകൊണ്ടാകും ഇവിടുത്തെ തുടർചലനങ്ങളെല്ലാം രേഖപ്പെടുത്താൻ വേണ്ടി പറ്റുക. ഇവിടെ ഉണ്ടായ വീടുകളുടെ നഷ്ടത്തെക്കുറിച്ച് ആദ്യ കേൾവിയിൽ 43 വീട് 120 ഭാഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞു. അത് സാധാരണ STRFന്റെ ഒരു പാക്കേജിൽ പെട്ടാൽ ചെറിയ വിധത്തിലുള്ള സഹായമേ ഉണ്ടാകുള്ളൂ. അതങ്ങനെ ആയിരിക്കില്ല. ഒരു പ്രത്യേകമായ പരിഗണനയോടെ വിലങ്ങാടുണ്ടായ പ്രശ്നങ്ങളെ കാണും. അതിനാവശ്യമായിട്ടുള്ള പരിഹാര നടപടികൾ സർക്കാർ എടുക്കും. അടുത്ത ക്യാബിനറ്റിൽ ഇക്കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തും. ആ വിധത്തിൽ കേരളം എങ്ങനെയാണോ ദുരന്തമുഖത്ത് നിൽക്കുക അതേ കരുത്തോടെയും ആവേശത്തോടെയും കേരളം വിലങ്ങാടിന് വേണ്ടി ഒരുമിച്ച് നിൽക്കും. ആരും ഭയപ്പെടാതിരിക്കുക. ഇവിടെ പ്രത്യേകിച്ച് പേടിയുണ്ടായിട്ട് കാര്യമില്ല. ഈ ദുരന്തം ഉണ്ടായി, ഇനി നമുക്ക് അടുത്തൊരു ദുരന്തം ഇല്ലാത്ത വിധത്തിലും ദുരന്തത്തിൽ നഷ്ടപ്പെട്ടവയെ തിരിച്ചു പിടിക്കുന്ന വിധത്തിലും മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതിന്റെ ഹൈറ്റ് പരിശോധിക്കണം, ഡൗൺ സ്ട്രീമിന്റെ ഹൈറ്റ് പരിശോധിക്കണം, അത് തമ്മിലുള്ള വ്യത്യാസം നോക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉരുൾപൊട്ടലിന്റെ സാധ്യത ഉണ്ടായത് എന്ന് നോക്കണം. ഈ പ്രദേശം നേരത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടായതാണ് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഏത് സോണിൽ പെടുന്നു എന്ന് നോക്കണം. ഇതെല്ലാം കണ്ടിട്ടായിരിക്കും പുനർസംവിധാനങ്ങൾ ഉണ്ടാവുക. തകർന്ന പാലങ്ങളെ കുറിച്ച്, വീടുകളെ കുറിച്ച്, കടമകളെ കുറിച്ച്, റോഡിനെ കുറിച്ച് എല്ലാം ഉണ്ടാക്കാം. മനുഷ്യനല്ലേ, നമുക്കുണ്ടാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളും മന്ത്രി സന്ദർശിച്ചു. EK വിജയൻ MLAയും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും മന്ത്രിയോടൊപ്പം സ്ഥല സന്ദർശനം നടത്തി. വീടുകളും കൃഷിയുമടക്കം ഏക്കർ കണക്കിന് മേഖലയാണ് ഉരുൾപൊട്ടലിൽ നശിച്ചത്. ജീവിതത്തിൽ സ്വരൂപിച്ചതെല്ലാം ഒറ്റ രാത്രി കൊണ്ടില്ലാതായ ഞെട്ടലിലാണ് വിലങ്ങാട്ടെ ജനങ്ങൾ. ജനങ്ങളുടെ ജാഗ്രത ഒന്നുകൊണ്ട് മാത്രമാണ് ആളപായം കുറഞ്ഞത്. വയനാടിനെ നടുക്കിയ ദുരന്തത്തിന്റെ നേർപതിപ്പ് തന്നെയാണ് ഇവിടെയും കാണാനായത്. സർക്കാർ സംവിധാനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് പുനരധിവാസത്തിന് പ്രത്യേക കർമ്മ പദ്ധതി ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത് പരിഗണിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. ഡിഗ്രി കഴിയുമ്പോൾ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ? അതെ, മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം. BA, BCom, BBA with Hospital Administration, BA, BCom, BBA with Logistics and Supply Chain Management, BVoc in Hospital Administration, BVoc in Logistics Operations Management, Diploma in Hospital Administration, Diploma in Logistics and Supply Chain Management, Diploma in Hospitality Management. കൂടാതെ +1, +2, +2 NEOS 6 months, +2 BOSS 6 months. Well furnished classrooms and fully equipped labs. അച്ചടക്കത്തോടെയുള്ള ക്ലാസുകൾ. ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസ് ഇന്റർവ്യൂ. 100% വിജയം ഉറപ്പു നൽകുന്നു. ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ. നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ. മഹാരാജാസ് കോളേജ്, പച്ചക്കറിമുക്ക്, മേപ്പയിൽ, വടകര.